സർ, ഈ എമ്പുരാൻ സിനിമയാണ് ഇപ്പൊ എല്ലായിടത്തും ചർച്ചാ വിഷയം. എന്തിനാണ് ഇതിൽ ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരികെ കയറ്റിയത്? മറ്റാരെങ്കിലും സുഖിപ്പിക്കാനാണോ, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഫണ്ട് വാങ്ങിക്കൊണ്ട് ഇവർ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയതാണോ? മോഹൻലാൽ അറിഞ്ഞിട്ടില്ല എന്നൊരു വിഭാഗം പറയുന്നു. മോഹൻലാൽ അറിയാതെ മുരളി ഗോപി ഇങ്ങനെ ഒരു തിരക്കഥ ഉണ്ടാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുമെന്ന് വിശ്വസിക്കാതിരിക്കാനൊന്നും നമുക്ക് കഴിയില്ല. എന്താണ് ഇവർ മൂന്ന് പേരും അല്ലെങ്കിൽ ഇതിന്റെ വിതരണക്കാരും ഒക്കെ ചേർന്ന് ലക്ഷ്യം വെച്ചത്? ഇതിൽ രണ്ട് കാര്യം എടുക്കാം. വിതരണക്കാരെ നമുക്കൊന്ന് ഇതിൽ മാറ്റി നിർത്താം. കാരണം ഇപ്പൊ വിതരണത്തിൽ ഏറ്റവും വലിയ ടോപ്പായിട്ട് നിൽക്കുന്നത് ശ്രീ ഗോകുലം മൂവീസ് ആണ്. ഗോകുലം മൂവീസിന്റെ ഇൻവോൾവ്മെന്റിന്റെ പാട്ടെന്ന് പറയുന്നത് ഇവർക്ക് പടം ഇറക്കാൻ പറ്റാതിരുന്ന സമയത്ത് അവരെ അപ്രോച്ച് ചെയ്തു. അങ്ങനെ ഗോകുലം അതിൽ ഫണ്ട് കൊടുത്തു, ആ പടം റിലീസാക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതേസമയത്ത് ഇതിലെ സ്ക്രിപ്റ്റിന്റെ ഭാഗം, ഇതിന്റെ അജണ്ടയുടെ കാര്യങ്ങൾ, ഇതെല്ലാം അടിസ്ഥിതമായിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഈ മുരളി ഗോപിക്കും പൃഥ്വിരാജിനുമാണ്. പിന്നെ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ആസ് എ ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ വിളിക്കുന്ന, അദ്ദേഹത്തിന് ഇനി ഒരു റൈറ്റ് സീൻ അഭിനയിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം അതും ചെയ്യും. ഒരു രാജ്യദ്രോഹിയുടെ റോൾ ചെയ്യാൻ പറഞ്ഞാൽ അതും ചെയ്യും. കാരണം അതൊരു ആക്ടറാണ്. ആക്ടറുടേതായ അതുപോലെ തന്നെ ഒരു ഇത് മാറ്റിവെക്കാം. പിന്നെ അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഇപ്പം സപ്പോസ് ഇപ്പം മേജർ രവിയെ പോലുള്ള ഒരാളാണ് വരികയാണെങ്കിൽ അദ്ദേഹം പറയും എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ചില ആൾക്കാർക്ക് അവരുടെ വികാരത്തെ അതുപോലെ ദേശീയതയും ഇതും സിങ്ക് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരൊരിക്കലും അതിന് കൂട്ടു നിൽക്കില്ല. പിന്നെ ചിലവർ ഇതൊരു ബ്രെഡ് ആൻഡ് ബട്ടർ ആയിട്ടും അദ്ദേഹത്തിന്റെ പ്രൊഫഷനായിട്ടും മുന്നോട്ട് കാണുന്നവർ അങ്ങനെ പോയിരിക്കും. പക്ഷെ ഇതിന്റെ ഫുൾ ഉത്തരവാദികൾ എന്ന് പറയുന്നത് മുരളി ഗോപി എന്ന് പറയുന്ന ആ ഒരു യൂസ്ലെസ് ആണ്. ആ യൂസ്ലെസ് എന്നും പറയില്ല, അയാൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അയാൾ യൂസ്ഫുൾ ആണ്. നാഷണൽ വൈസിൽ ഇതിൽ അല്ലെങ്കിൽ ഒരു നാഷണലിസ്റ്റിന്റെ മൈൻഡ് സെറ്റിൽ നോക്കുമ്പോൾ അയാൾ ഒരു യൂസ്ലെസ് ആയിരിക്കും. പക്ഷെ ഒരു ആന്റി നാഷണലിന്റെ ഇതിൽ കാണുമ്പോൾ ഹി ഈസ് വെരി മച്ച് യൂസ്ഫുൾ ഫോർ ദം. പിന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ അതിയായ ആഗ്രഹമാണ് അയാൾക്കൊരു സിനിമ ചെയ്യണം. അയാൾക്ക് അയാളുടേതായ രീതിയിലുള്ള ഒരു കോംപ്ലക്സ് ഒരുപാട് കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ, ആ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ ആരാണ്? അദ്ദേഹം BBC-യുടെ ഭാഗമായി പ്രവർത്തിച്ച BBC ആയിട്ട് ഏറ്റവും വലിയ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. BBC-യുടെ അജണ്ട എന്താണ്? BBC ആണല്ലോ ഇന്ത്യയിലെ നരേന്ദ്രമോദിജിയെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്ന വിധത്തിൽ സീരീസ് ആയിട്ട് അവർ പ്രോഗ്രാംസ് ചെയ്തിരുന്നു. അതിനെതിരെ ഒരിക്കൽ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിൽ വന്ന് BBC-ക്കെതിരെ പോലും ഒരു പത്രസമ്മേളനം നടത്തേണ്ടതായിട്ടുള്ളത് നിങ്ങൾ കണ്ടതാണ്. ആ ഒരു പ്രസ് മീറ്റ് 3-4 പ്രാവശ്യം മുമ്പ് ഞാൻ വന്ന ഒരു സാധനം. ഇതിനെല്ലാത്തിനും ഒരു വ്യക്തമായ അജണ്ടയുണ്ട്. നിങ്ങൾ ചോദിച്ചത് വളരെ നിഷ്പക്ഷമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിൽ ആർക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ട്? തീർച്ചയായും ഇവിടുത്തെ ആന്റി നാഷണൽസിന് ബെനിഫിറ്റ് ഉണ്ട്. മോദിജിനെയും അവരുടെ മൂവ്മെന്റിനെയും മോശമായിട്ട് കാണിക്കുക എന്നുള്ളതും ഈ ഗീബൽസിന്റെ സിദ്ധാന്തം പറയുന്നത് പോലെ ആവശ്യമില്ലാത്ത നുണകൾ സമൂഹത്തിൽ വീണ്ടും വീണ്ടും പ്രചരിപ്പിച്ച് ഇപ്പൊ തന്നെ കേരളത്തിലെ BJPക്ക് ഭയങ്കര ചലഞ്ച് ഉണ്ടായതിന്റെ കാരണം എന്താ? ഇവിടുത്തെ കേരളത്തിലെ ഇടതുപക്ഷ അതുപോലെ വലതുപക്ഷവും ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള അവരും അവരുടെ പാർട്ടിക്കാരും മുസ്ലിങ്ങളെ ആക്രമിക്കാനാണ് BJP ഉള്ളത്, മുസ്ലിങ്ങളെ ആക്രമിക്കാനാണ് സംഘപരിവാർ നിൽക്കുന്നത് എന്നുള്ള അനാവശ്യമായ ചിന്തകൾ സമൂഹത്തിൽ കൊടുത്തതാണ്. അപ്പൊ അതിനെ കുറച്ചുകൂടെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഭരണം ഉറപ്പിക്കാനും അതുപോലെ തന്നെ ജിഹാദികളുടെ മേൽനോട്ടത്തിൽ നിന്നും കേരളം വിട്ടുപോകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മുൻകൂർ ഓടുന്ന പട്ടിക്ക് ഒരു പഴം മുൻപേ എന്നുള്ള രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ് അല്ലെങ്കിൽ ഇതിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ മൂവിയുടെ ഒരു പ്രവർത്തനം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് സർ.